ഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയ നിലപാട് തറയിൽ നിന്ന് ഇന്ത്യ ഉച്ചത്തിൽ പറഞ്ഞത് എന്താണെന്നോ? ടെക്നോളജിയിൽ ഇനി ഇന്ത്യയുടെ നാളുകളാണെന്ന്. സിലിക്കൺ വാലിയെ ചുറ്റി നിൽക്കുന്ന ടെക്നോളജിയുടെ പെരുമയ്ക്ക് അടുത്ത ഒരു ദശാബ്ദത്തിനുള്ളിൽ മറ്റൊരു അവകാശി കൂടി ഉണ്ടാകുമെന്ന്. AI ഇമ്പാക്ട് സമ്മിറ്റ് അടിവരയിടുന്നു, ഇന്ത്യയുടെ അവസരം തുടങ്ങിയിട്ടേ ഉള്ളൂവെന്ന്. ഇന്ത്യ കേവലം ഒരു ടെക്നോളജി ഇവന്റ് ഹോസ്റ്റ് ചെയ്യുകയായിരുന്നില്ല, മറിച്ച് അതൊരു വിളംബരമായിരുന്നു. AI വിപ്ലവത്തിൽ അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും വിജയക്കുതിപ്പിൻ്റെ കാഴ്ചക്കാരനല്ല, ലോകത്തിൻ്റെ AI ഭാവിയെ ഷേപ്പ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയാകുമെന്ന്. നാലാം തരം രാഷ്ട്രീയ ഗീർവാണമല്ല ഇത്. അതുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പും ChatGPTയുടെ OpenAIയും തമ്മിൽ ചരിത്രപരമായ പങ്കാളിത്തത്തിന് ഡൽഹി സാക്ഷിയായത്. ഇന്ത്യയെ ലോകത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഹബ്ബാക്കി മാറ്റാൻ ശേഷിയുണ്ട് പുതിയ ടാറ്റ OpenAI സഹകരണത്തിന്. ടാറ്റ സൺസ് ചെയർമാൻ N ചന്ദ്രശേഖരനും OpenAI CEO സാം ഓൾട്ട്മാനും ഈ പ്രഖ്യാപനം നടത്തുമ്പോൾ അത് രണ്ട് കോർപ്പറേറ്റുകളുടെ ടെക്നോളജി ഡീലല്ല, പകരം വിപ്ലവകരമായ ഒരു പുതിയ AI സിസ്റ്റത്തിൻ്റെ കല്ലിടൽ ചടങ്ങായി വേണം കാണാൻ. കാരണം ടാറ്റയാണ് പങ്കാളി. ധാരണ പ്രകാരം ആദ്യഘട്ടത്തിൽ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് 100 മെഗാവാട്ട് ശേഷിയുള്ള AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കും. ഇത് പിന്നീട് 1 ഗിഗാവാട്ട് വരെയായി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമുണ്ട്. AI മോഡലുകളുടെ പരിശീലനത്തിനും അവയുടെ പ്രവർത്തനത്തിനും ആവശ്യമായ വലിയ കമ്പ്യൂട്ടേഷണൽ പവർ ഇത് നൽകും. ഈ ഡീലിൻ്റെ മാത്രം അർത്ഥം എന്താണെന്നറിയാമോ? പറയാം. സാധാരണക്കാരൻ്റെ ജീവിതത്തിലേക്ക് AI വളരെ എളുപ്പത്തിൽ കടന്നു കയറും. കാരണം ഇന്ത്യക്കുള്ളിൽ തന്നെ AI ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കാൻ പോവുകയാണ്. ഇത് വെറുമൊരു ടെക്നോളജി വാർത്തയല്ല.